ഒരു വിഷയത്തിലാണ് പ്രത്യാശ എന്ന വിഷയം. ഈ വിഷയത്തിന്റെ പൂർണ്ണമായൊരു ചിത്രം നമ്മുടെ മുമ്പിലുള്ള അല്പസമയം കൊണ്ട് നമുക്ക് വരച്ച് കാണുവാൻ, അവതരിപ്പിക്കുവാൻ സാധ്യത. എങ്കിലും ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആലോചനകൾ അല്ലെങ്കിൽ നമ്മെ ചലഞ്ച് ചെയ്യുവാൻ പര്യാപ്തമായ ചിന്തകൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. It's a very important pillar of Christian character. ക്രിസ്തീയ ജീവിത സവിശേഷതകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്വഭാവമാണ് പ്രത്യാശ എന്നുള്ളത്. കാരണം the future of mankind is a topic that seems to be in the mind of many people today. ഈ ലോകത്തിന്റെ ഭാവി എന്തായി മാറും? ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? ഈ ലോകത്തിൽ ഇങ്ങനെ പോയാൽ എന്താണ് വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്ത്? കാരണം ഗ്ലോബൽ annihilation, nuclear war, natural disasters, ആഗോളമായിട്ടുള്ള പല പ്രതിഭാസങ്ങൾ, സംഭവിക്കുവാൻ സാധ്യതയുള്ള ന്യൂക്ലിയർ യുദ്ധം, ഈവൻ ഏലിയൻ ഇൻവേഷൻ, അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള അതിക്രമം, കടന്നുകയറ്റം, പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള പല പല കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്തായി തീരും? മാധ്യമങ്ങളിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ പല തരത്തിൽ ഇതിനെ സംബന്ധിച്ച് ഇപ്രകാരമുള്ള പല പല ചിത്രങ്ങളും ചിന്താഗതികളും ലോകത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യനെ ഒരു പ്രീഓക്യുപ്പൈഡ് ചിന്തയായിട്ട് ദ ഫ്യൂച്ചർ ഓഫ് മാൻകൈൻഡ് എന്നുള്ളത് നിൽക്കുകയാണ്. സകല മനുഷ്യരും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ്, some kind of assurance about the future, ഭാവിയെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നേടുവാൻ എല്ലാ മനുഷ്യരും അവരുടേതായ അവസ്ഥകളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കും. Not only their mortal existence, but their mortality as well. ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തെ സുരക്ഷിതത്വം മാത്രമല്ല, മരണാനന്തരം എന്നുള്ളതിലേക്കും. ഈവൻ മെഡിക്കൽ ഫീൽഡില് കോസ്റ്റ്ലി ആയിട്ടുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. ടു ചീറ്റ് ഡെത്ത്, മരണത്തെ ഒഴിവാക്കാൻ കഴിയുമോ? കോടാനുകൂടി ഡോളറുകളും പൗണ്ട്സും ഒക്കെ ചെലവിട്ട് ആ ഫീൽഡിൽ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. എല്ലാം കീഴടക്കിയ മനുഷ്യന് ഈ മരണത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല. ടു പ്രൊലോങ് ലൈഫ്, ജീവിതം വലിച്ചു നീട്ടാൻ ഒരു 500 വർഷം 600 വർഷമൊക്കെ ജീവിക്കുന്ന അവസ്ഥ, നിത്യ യൗവനം, ഇങ്ങനെയെല്ലാം മനുഷ്യന്റെ ചിന്തകളില് പല പല കാര്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. അതേസമയത്ത് മറ്റു ചിലർ they however dismiss hope altogether and believe there is no life after that. വേറൊരു കൂട്ടരെ കുറിച്ചുകൊണ്ട് അവർ പറയുന്നത് ഒരു പ്രതീക്ഷയൊന്നുമില്ല, മരണത്തിനപ്പുറം ഒന്നുമില്ല, ശൂന്യത. അവർക്ക് മോറൽ കോഡുകളൊന്നുമില്ല, ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളൊന്നും അവർക്ക് കാര്യമല്ല. They do whatever gives them pleasure. അവർക്ക് ഉല്ലാസം, ആനന്ദം നൽകുന്നത് എല്ലാം അവർക്ക് ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. Because they believe there is no judgment of immorality. There is no eternity. ഈ ഒരു ജീവിതം മാത്രം. എന്താണ് ഇതിന്റെ വാസ്തവം? എന്താണ് പ്രത്യാശ എന്നുള്ളത്? ഒരു വിശാലമായ വിഷയത്തിൽ നാം ഇന്ന് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. Let us start with Ephesians.
chapter 2, verse 12. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 12-ാം വേദഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് എന്ന് പറയുന്ന യവന പട്ടണത്തിൽ അവിടെ ഒരു ക്രിസ്തീയ സഭയുണ്ട്, എ ലോക്കൽ കോൺഗ്രിഗേഷൻ composed of both Jews and Gentile people. പുറജാതികളിൽ നിന്നുള്ള അംഗങ്ങളാണ് ഭൂരിപക്ഷം, യഹൂദന്മാരും ഉണ്ട് അവിടെ. പൗലോസും ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ഈ പുറജാതികളായിട്ടുള്ളവരോട് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു? വാട്ട് വെർ യു? പലപ്പോഴും ദൈവമക്കളായി തീർന്ന ഒരു 10, 12, 20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, നമ്മുടെ ജന്മനാ ദൈവമക്കളാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ വലിയ ഭക്തിയുള്ള പുണ്യാത്മാവാണ്. But we need to look back. നാം നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞ് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും അല്പം റെഫറൻസ്, ഹോളി ഫിയർ നമുക്കുണ്ടാവുകയും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ വിഭാഗത്തോട് പറയുകയാണ്, നിങ്ങൾ പണ്ടാരായിരുന്നു? ഒരു ഇപ്പോൾ ക്രിസ്തുവിലാണ്, പക്ഷെ പണ്ടാരായിരുന്നു? 2-12 വാക്യത്തിൽ അക്കാലത്ത് നിങ്ങൾ യു ആർ വിതൗട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യം. ഈ വായിക്കുന്ന 2 വിശേഷണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തില്ലാത്തവർ? പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളി. Remember, before you come to Christ, before you become a child of God, you have no hope. ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ല. ദൈവം വാസ്തവത്തിലുള്ള ദൈവവുമായുള്ള റിലേഷൻഷിപ്പ് ഇല്ലാത്തവർ. So anyone without God and Christ has no hope for their future. This is what God reveals. ദൈവം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ മകളെ നിന്റെ ജീവിതത്തിൽ പ്രത്യാശ എന്ന ഒന്നില്ല. നിന്റെ മുമ്പിൽ ഡാർക്ക്നെസ് ആണ്. ഈ ലോക ജീവിതം നിരങ്ങി എഴഞ്ഞ് ഞരങ്ങി മുന്നോട്ട് പോയി കഴിയുമ്പോഴും മുന്നോട്ട് നയിക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു ഹോപ്പ് നിന്റെ മുമ്പിലില്ല. വിതൗട്ട് ഹോപ്പ് ഡെത്ത് ടേക്സ് ഓൺ ടെറിഫൈയിങ് പ്രൊപ്പോർഷൻസ്. മുന്നിൽ പ്രത്യാശ എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസ്ഥ ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് ആ വ്യക്തിയെ ബാധിക്കും. All that is left, ഈ മനുഷ്യനെ സംബന്ധിച്ച് അതിനപ്രകാരം മനുഷ്യനെ സംബന്ധിച്ച് അവന് ആകപ്പാടെയുള്ളത് നിത്യമായ നരകം, നിത്യമായ പെയിൻ, നിത്യമായിട്ടുള്ള കണ്ടംനേഷൻ, ജഡ്ജ്മെന്റ് മാത്രമായിരിക്കും. നോ ഹോപ്പ്. അങ്ങനെ ലൈഫ് മുന്നോട്ട് നോക്കുവാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ, കുറ്റാക്കൂരിയിട്ട് നോ റേ ഓഫ് ഹോപ്പ്. യോബിന്റെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തില് യോബ് ചോദിക്കും, ഫോർ വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് ദ ഹിപ്പോക്രൈറ്റ് when God taketh away his soul. 27-ാം അധ്യായം 8-ാം വാക്യം യോബിന്റെ പുസ്തകം. ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? If you take the balance sheet of life, ജീവിതത്തിന്റെ കണക്ക് പുസ്തകം എടുത്ത് കൂട്ടിക്കഴിക്കുമ്പോ what is left for? എന്താണ് മുന്നിലുള്ളത് ചോദിക്കുകയാണ്. സദൃശവാക്യം 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാണ്, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും.
So there are only two possible destinations in eternity. നിത്യതയില് രണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ. ഒന്ന് സ്വർഗം, ഒന്ന് നരകം. രണ്ടും ദൈവമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. There are only two places, two destinations in eternity. ഈ ഭൂമിയിലുള്ള ജീവിതമല്ല വാസ്തവത്തിലുള്ളത്. നിത്യമായിട്ടുള്ള ഒരു വാസമുണ്ട്. 70, 80, 100, 120 വർഷം നീണ്ടു നിൽക്കുന്നല്ല, ഇറ്റേണിറ്റി. അത് രണ്ട് സ്ഥലത്തിൽ ഒന്നിലായിരിക്കാം മനുഷ്യൻ ചെലവിടാൻ പോകുന്നത്. either in heaven or in hell. അത് ഏതാണ് നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം. Those who are headed for heaven by faith in Christ, കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് they have hope. The rest have no hope. That's what God says. ദൈവം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവില് നീ കടന്നു വന്നിട്ടില്ല എങ്കിൽ, യേശുവിനെ നിന്റെ സേവ്യറായി നീ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, for what you are living for, define your life, take the balance sheet of life. No hope. No hope. And they will experience eternal hopelessness in hell. നരകത്തിൽ നിത്യമായ പ്രത്യാശ നിർഭരമായ പ്രത്യാശ ഇല്ലാത്ത ഒരു അനുഭവത്തിൽ ചെന്ന് വീഴാൻ പോവുകയാണ്. ഒരുപക്ഷെ ഗ്രേറ്റസ്റ്റ് ടോർമെന്റ് ഓഫ് ഹെൽ എന്ന് പറയുന്നത്, നരക ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയാനകമായ പീഡനം എന്ന് പറയുന്നത് the knowledge that the pain will never end. That's a epitome of hopelessness. പ്രത്യാശയില്ലാത്ത അവസ്ഥയുടെ കൊടുപിടിയാണ്. വേദന ഒട്ടും മാറുന്നില്ല. The pain is never going away. The knowledge, ഈ നോളേജുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു ഗിൽറ്റി, ഈ ഒരു ഫീലിംഗ്, കുറ്റബോധം നിത്യതയായി വഹിക്കും. അതൊക്കെ തടവറയിൽ ജയിലിൽ ഇരുന്നവരാണ് തൂക്കിക്കൊല്ലുന്നവരെക്കാണ് വേദനിക്കുന്നത്. If you are imprisoned for life, ജീവിതകാലം മുഴുവൻ ഏകനായി, ഒറ്റപ്പെട്ട്, ചെയ്തു കൂട്ടിയ തിന്മയെ മുഴുവൻ ആലോചിച്ച് ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഹാങ് ചെയ്തു കൊല്ലപ്പെട്ടു എന്ന് പറയുന്നേക്കാളും വളരെ ഭയാനകമാണ് ഈ അവസ്ഥ. അതാണ് നരകത്തിൽ കാത്തിരിക്കുന്നത്. So let us define what is hope. എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ? What's the definition? ലോകം തരുന്ന ഹോപ്പ്, അല്ലെങ്കിൽ ലോകം പറയുന്ന ഹോപ്പ്, ലോകം പ്രത്യാശ എന്ന് പറയുന്നത് വാസ്തവത്തില് ബൈബിളിൽ പറയുന്നതിൽ നിന്നും വ്യക്തമായിട്ട് അന്തരമുള്ളതാണ്. ലോകം പറയുന്ന ഹോപ്പ് എന്താണ്? വാസ്തവത്തിൽ ഈ സിനോണിമം വിത്ത് വിഷ് ഓർ ഡിസയർ. ലോകം പറയുന്ന ഹോപ്പ് ഇതാണ്. ഐ വിഷ് യു ഹാഡ് യു ഹിയർ. ഞാൻ നിങ്ങൾക്ക് നല്ല പുതുവത്സര ആശംസകൾ നേരുന്നു. Who guarantees that the whole year 2016 will be filled with goodness and blessings? It never happened. ഒരു പേപ്പറിൽ ഒരു കാർഡിൽ അച്ചടിച്ചത് കൊണ്ടൊന്നും 2016 മുഴുവൻ ഗുഡ്നസും ബ്ലെസ്സിങ്സും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. It's a wish. I hope 2016 will be filled with goodness and blessings. ലോകത്തിന്റെ വാക്കിൽ പ്രത്യാശ, ഹോപ്പ് എന്ന് പറയുന്നത് വിഷ് ഓർ ഡിസയർ എന്ന് പറഞ്ഞാൽ അഭിലാഷം, മോഹം, ആഗ്രഹം, താല്പര്യം. They hope someone they long to see will visit. Or I hope this particular person which I long to see for long years may visit me in 2016. I hope. They hope to get a job thereafter. Oh, I hope in 2016 I'm going to get the job I dream for. They hope to get the grades they're aiming for. എനിക്ക് ഈ വർഷം 2016 ഉന്നത വിജയം നേടണമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. For I hope my dreams will come true in next year. These are a hope.
in the worldly definition. ലോകപ്രകാരമുള്ള നിർവചനത്തില് അവര് ഹോപ്പ് എന്ന് പറയുന്നത് ഒരു വിഷ് മാത്രമാണ്, ഒരു ഡിസയർ മാത്രമാണ്, ഒരു അഭിലാഷം മാത്രമാണ്, ഒരു മോഹം മാത്രമാണ്, ഒരു താല്പര്യം മാത്രമാണ്, ഒരു ആഗ്രഹം മാത്രമാണ്. But in the Bible, hope is not a wish. It is a reality. ബൈബിളിൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. It is reality. It's not a dream. It's a reality. A fact yet not realized. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. നിന്റെയും നിങ്ങളുടെയും എന്റെ ജീവിതത്തില് ഒരുപക്ഷെ അത് സംഭവിച്ചിട്ടില്ലായിരിക്കാം, സമയമായിട്ടില്ലായിരിക്കാം. But the reality is guaranteed. It is promised. It is pledged. It is certain that it will happen. That is hope. We'll go through that. Biblical hope is a fact that God has promised and will fulfill. പ്രത്യാശ എന്ന ദൈവം തന്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും അത് നിവർത്തിക്കുകയും ചെയ്യും. Remember, listen. Hope is a spiritual attitude. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ആത്മീക മനോഭാവമാണ്. That cause us to look confidently into the future. ദൃഢനിശ്ചയത്തോടെ, ആത്മവിശ്വാസത്തോടെ ഭാവിയിലേക്ക് നോക്കുവാൻ ഒരു ദൈവ പൈതലിനെ സഹായിക്കുന്ന സ്പിരിച്വലായ ആത്മീകമായ ഒരു മനോഭാവമാണ് പ്രത്യാശ എന്നുള്ളത്. ഈ പ്രത്യാശയാലാണ് ഈ ദൈവ പൈതൽ ഭാവിയിലേക്ക് സംശയത്തോടെയല്ല, അവൻ കാൽ വെച്ചത് സംശയത്തോടെയല്ല, അവൻ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റി, പോണോ വേണ്ടയോ, പോയാൽ കിട്ടുമോ, പോയാൽ സാധിക്കുമോ, ചോദിച്ചാൽ ലഭിക്കുമോ എന്ന ഒരു വേവറിംഗ് മെന്റാലിറ്റിയിലല്ല. He is putting his step confidently because the hope he is in Christ. ദൈവത്തിൽ അവനുള്ള പ്രത്യാശ നിമിത്തം അവൻ ഭാവിയിലേക്ക് നിശ്ചയത്തോടെ, ധൈര്യത്തോടെയാണ് അവൻ നോക്കുന്നത്. And that motivates him to pursue Christ-likeness with maximum effort. ഈ പ്രത്യാശ നിമിത്തമാണ് അവൻ ക്രിസ്തുവിനെ പോലെ ആകണമെന്നുള്ള ആ വലിയ ഒബ്ജക്റ്റീവിലേക്ക്, ഗോളിലേക്ക് പല പല തടസ്സങ്ങൾ അവന്റെ ചുറ്റുമുണ്ടായിട്ടും അവൻ മുന്നോട്ട് തന്നെ പോകുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ പ്രത്യാശ നിമിത്തമാണ്. എബ്രായലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതിയിടുക. പിന്നീട് സമയമുള്ളപ്പോൾ ചിന്തിച്ചു നോക്കുക. എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് എന്താ അലക്ഷ്യമാക്കി അപമാനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലൈഫിന്റെ മുമ്പില് ഒരു ജോയ് സെറ്റ് ചെയ്യും. ജീവിതത്തിലെ ഒരു ലക്ഷ്യം ഇവിടെ സെറ്റ് ചെയ്തു വെച്ചു. ഈ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് മുന്നോട്ട് പോവുകയാണ്. തന്റെ ജീവിതം ഈ ഫോക്കസ് ചെയ്തിരിക്കുന്നു. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് എന്തലക്ഷ്യമാക്കി? അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു. ബിക്കോസ് ഹി ഈസ് ഫോക്കസ്ഡ്. ഹി ഈസ് സെറ്റിംഗ് ഹിസ് ഹോപ്പ്. ഇവിടെ പല വഴിക്കും പല രീതിയിലും തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, വലിച്ചകറ്റാൻ ചിലര് പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. But he is not worried. He is not attracted by these efforts because he set his heart in God. Hope. കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് നോക്കാം. So remember, this is a spiritual attitude. നമ്മുടെ ചർച്ചിൽ പറയുമ്പോൾ താഴെ ഒരു കുപ്പിക്കകത്ത് 100 ഗ്രാം, 1 ലിറ്റർ, 2 ലിറ്റർ, 250 ഗ്രാം എന്ന നിലയിൽ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടില്ല പ്രത്യാശ. ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും അതൊരു പുതുക്കെട്ടിൽ കിട്ടില്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ്.
Your attitude will determine your action. It's a spiritual attitude. And that causes you to look confidently. He's looking confidently into the future. എന്ത് സംഭവിക്കും, അയ്യോ എന്ത് സംഭവിക്കും എന്നുള്ള ഭയത്തോടു കൂടിയല്ല ഭാവിയിലേക്ക് ഒരു ദൈവ പൈതൽ നോക്കുന്നത്. He look confidently into the future. And he is motivated to pursue after Christ. You see how hope is central in the life of a believer. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് പ്രത്യാശ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ let us go through some scriptures. ചില വേദഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ആദ്യമായി Hebrews chapter 6 verses 19 and 20. എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായം 19-20 വേദഭാഗങ്ങൾ. Hebrews chapter 6 verses 19 and 20. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കുരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ എന്താണ്? ഒരു നങ്കുരം തന്നെ. ഒരു നങ്കൂരം. പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാണ്. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചു. അവിടേക്ക് കർത്താവ് യേശു ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, അതായത് പിതാവില്ല, മാതാവില്ല, വംശാവലികളില്ല എന്ന് പറയുന്ന ജീനിയോളജികളില്ലാത്ത, ഇതുവരെ മുമ്പിൽ അങ്ങനെ ഒരു ചരിത്രമില്ലാത്ത തരത്തിൽ ഒരു സ്പെഷ്യൽ യുണീക്ക് ഹോളി പ്രീസ്റ്റ് യേശു ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും എന്തായിരിക്കുന്നു? മഹാപുരോഹിതനായി അവിടേക്ക് മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. Remember or listen. Our hope is an anchor, which means it is unmovable or unshakable. കഴിഞ്ഞ ദിവസം കൊച്ചിയില് ഒരു ക്രൂസ് ഷിപ്പ് വന്നു. ആയിരക്കണക്കിന് മുറികളുള്ള വിശാലമായ കപ്പൽ. ആ കപ്പൽ കൊച്ചി തുറമുഖത്ത് വന്ന് കിടക്കുകയാണ്. കൊച്ചിയിലുള്ളവർക്ക് ആങ്കറിനെ കുറിച്ച്, നങ്കൂരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ ഭീമമായ കപ്പൽ അവിടെ കിടക്കുന്നു. ഓളങ്ങൾ അതിന്റെ ചുറ്റും ഇങ്ങനെ ഓടി ആടി അലയുകയാണ്. പക്ഷെ കപ്പൽ അവിടെ അനങ്ങാതെ കിടക്കുന്നു. കാരണം 4 വശത്തും ആഴമേറിയ എന്തുണ്ട്? നങ്കൂരങ്ങൾ ഇട്ടിരിക്കുന്നു. താഴെ വെള്ളത്തിന്റെ അടിയിലെ ചെളിയിലെ നങ്കൂരം വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു കിടക്കുകയാണ്. ഈ നങ്കൂരം ആഴമായിട്ട് വെള്ളത്തിന്റെ അടിത്തട്ടുകളില് ഉറപ്പോടുകൂടി പിടിച്ചു കിടക്കുന്നത് കൊണ്ട് ഈ ഷിപ്പ് ഒരിക്കലും ചെയ്തു പോകില്ല. ഇവിടെ ആ ദൈവവചനം നമ്മളോട് പറയുകയാണ്, ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ എന്താണ്? ആത്മാവിന്റെ നങ്കൂരം. ആത്മാവ് സ്പിരിച്വലായിട്ട് ആങ്കേഴ്സ് ഉള്ളവർ. ഞാൻ യൂത്ത് ക്യാമ്പിന് വേണ്ടി ഒരു സബ്ജക്ട് തയ്യാറാക്കുമ്പോൾ ആ സബ്ജക്ട് കണ്ടിരിക്കുന്നത് എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. പുള്ളിക്കാർ അടുത്തായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കും. ക്രൈസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് he had internal anchors. തന്റെ ഭാര്യ എന്ന് പറയുന്നു, മക്കൾ എന്ന് പറയുന്നു, ബോസ് എന്ന് പറയുന്നു, പത്രോസ് എന്ന് പറയുന്നു, യാക്കോബ് എന്ന് പറയുന്നു, യോഹന്നാൻ എന്ന് പറയുന്നു എന്നതനുസരിച്ചല്ല ക്രൈസ്റ്റ് ജീവിക്കുന്നത്. പീലാത്തോസിനെ ഹെരോദാവിനെയും സന്തോഷിപ്പിക്കാനല്ല ക്രൈസ്റ്റ് ജീവിച്ചത്. യോഹന്നാൻ സ്നാപകൻ എന്നെ കുറിച്ച് സംശയിച്ചല്ലോ എന്ന് കേട്ടപ്പോൾ യേശുവിന് അടക്കമൊന്നുമില്ല. ബിക്കോസ് he had internal anchors. ചില വൃക്ഷത്തിന്റെ വേരുകൾ മണ്ണിന്റെ അടിയിലേക്ക് ആഴത്തിൽ ഉറച്ചു കിടക്കുന്നത് പോലെ എക്സ്റ്റേണൽ മെക്കാനിസത്തിൽ ക്രിസ്തു ഒരിക്കലും ഡിസ്റ്റേബിൾ അല്ല. പുറമെ എന്തെല്ലാം കാട്ടിയാൽ ക്രൈസ്റ്റിന് അനക്കം വരും. ബിക്കോസ് he had internal anchors. അതേപോലെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് he should have anchors. ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തെ, സ്പിരിച്വൽ ലൈഫിനെ ആഴമായി ഉറപ്പിച്ച് നിർത്തുന്ന നങ്കൂരങ്ങൾ ആവശ്യമാണ്. അത് ഇമ്മൂവബിൾ ആണ്, അൺഷേക്കബിൾ ആണ്.
എബ്രായലേഖനം വ്യക്തമായിട്ട് പറയുന്നു, പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ആത്മാവിന്റെ എന്താണ്? നങ്കൂരം. ദൈവം തന്റെ വചനത്തില് നിനക്ക് നൽകി തന്നിരിക്കുന്ന ചില പ്രോമിസുകളുണ്ട്, ചില ഹോപ്പുകളുണ്ട്. നിനക്കൊരു ഭവനം കൂടെ ഒരുക്കുന്നു. എക്സാമ്പിൾ, നിന്റെ ലൈഫ് ആ സത്യത്തില് നങ്കൂരമിട്ട് കിടക്കുകയാണ്. നീ യേശുവിനെ പോലെ ആകും. ആ സത്യത്തില് നിന്റെ ലൈഫ് ഇത് ആങ്കർ ചെയ്തിരിക്കുകയാണ്. കർത്താവ് യേശു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ആ പരമസത്യത്തില് നിന്റെ ലൈഫ് നീ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ്. നിന്റെ ചുറ്റും കളിയാക്കാൻ, നിന്റെ വിശ്വാസത്തെ തകർക്കാൻ, നീ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് സംശയം ജനിപ്പിക്കാൻ പല ശ്രമങ്ങളുണ്ടാകും. But you have an anchor. നിന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. രക്ഷയുടെ ശിരസ്ത്രം, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. നിന്റെ തലയെ നിനക്കറിയാം. അത് പിടിച്ചു നിർത്താൻ നിനക്കറിയാം. You have an anchor. Hope. Our hope is embodied in Christ himself. നമ്മിലെല്ലാം ദൂരം ക്രൈസ്റ്റിലേക്ക്. അവിടേക്ക് ക്രൈസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു? He entered into God's presence in the Holy of Holies on our behalf. നമുക്ക് വേണ്ടി യേശു മഹാപുരോഹിതനായി എവിടേക്ക് പ്രവേശിച്ചു? തിരശ്ശീലയ്ക്ക് അകത്ത്. Holy of Holies. ദൈവത്തിന്റെ ആലയത്തിലെ തിരശ്ശീല കൊണ്ട് വിഭാഗിക്കപ്പെട്ട ഹോളി ഓഫ് ഹോളീസ്. ഇത് ഹോളി പ്ലേസ്, ഇത് ഔട്ടർ കോർട്ട്. ഇവിടേക്ക് വർഷത്തിൽ ഒരിക്കൽ ആർക്ക് മാത്രമേ കയറാൻ പറ്റൂ? മഹാപുരോഹിതൻ. വർഷത്തിൽ ഒരിക്കൽ. ഏത് ദിവസം? മഹാപാപ പരിഹാര ദിവസം. ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന ദിവസം. ആ ദിവസം മാത്രമാണ് ഹോളി പ്രീസ്റ്റ്, ദ ഹൈ പ്രീസ്റ്റ് can enter inside the veil. തന്റെ പാപങ്ങളുടെ പരിഹാരത്തിനും പുറത്തു നിൽക്കുന്ന ജനത്തിന്റെ പാപപരിഹാരത്തിനുമായി മൃഗരക്തവുമായി അരയിലും അണിയും കിലുക്കി നീണ്ട ചരട് പുറത്തിട്ടിട്ട് അവനകത്തേക്ക് കയറും. ആ പണിയുകാലത്തെ മഹാപുരോഹിതൻ ആരുടെ നിലയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഷാഡോയാണ്. ഇന്നിതാ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അകത്തേക്ക് കയറി, ഈ തിരശ്ശീലയെ കീറി മുറിച്ച് അകത്ത് കയറി. അതുകൊണ്ട് എബ്രായലേഖനം പറയുന്നു, യു ക്യാൻ ഫോളോ ഹിം, യു ക്യാൻ ഫോളോ ആഫ്റ്റർ യുവർ പ്രീസ്റ്റ്. നിന്റെ നങ്കൂരം അകത്തിടണം. നിന്റെ നങ്കൂരം ദൈവത്തിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് ആരെങ്കിലും നിന്നെ നോക്കി കോക്കറി കാണിച്ചാൽ, ആരെങ്കിലും നിന്നെ നോക്കി കണ്ണുരുട്ടിയാൽ, you don't worry. You will pray for them. May God bless you. They will try whatever way they can. But you have an anchor. നിങ്ങൾക്ക് നങ്കൂരം. ദൈവമക്കൾക്ക് നങ്കൂരമുണ്ട്. അവിടെ നങ്കൂരം കിടക്കുന്ന 3 വാക്കുകളുടെ മലയാളത്തിൽ പറയുന്നത്, ഒന്ന് എന്താണ്? സ്ഥിരമാണ്. Read that from English Bible. You have the English version with you. Hebrews 6:19 and 20. We have this as a sure. We have this assurance And steadfast anchor of the soul. Steadfast, unmovable. Anchor of the soul. എന്തിന്റെ ആങ്കർ ആണിത്? കപ്പലിന്റെ ആങ്കർ അല്ല, ആത്മാവിന്റെ സോൾ. സോളിന്റെ ആങ്കറാണിത്. ഉണ്ടോ? അതോ ഊതുമ്പോ തെറിച്ച് വീഴുന്നുണ്ടോ? ആരെങ്കിലും ഊതുമ്പോ മറിഞ്ഞു വീഴുന്നുണ്ടോ? കാരണം ആങ്കർ ഇല്ല. എക്സ്റ്റേണൽ സ്പിരിച്വാലിറ്റി, ബിൽഡിംഗിൽ ഓറിയന്റഡ് ആയ സ്പിരിച്വാലിറ്റി, വസ്ത്രത്തിൽ കൺട്രോൾഡ് ആയ സ്പിരിച്വാലിറ്റി. അയാളുടെ ഭക്തി വേഷം മാത്രമാണ്. അയാളുടെ ഭക്തി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓറിയന്റഡ് ആണ്. ആ കെട്ടിടം കാണുമ്പോ ഭക്തി. വേറെ ആരെങ്കിലും ദൈവമക്കളെന്ന് പറയുന്നവരെ കാണുമ്പോൾ ഗോഡ്ലിനെസ്. അതൊന്നും ആങ്കറുകളുള്ള ജീവിതമാണ്. So steadfast. Continue please. Anchor of the soul. Anchor of the soul. A hope that enters into the inner place. A hope that enters into the inner place. ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോ ഈ തടസ്സങ്ങളൊന്നുമില്ല, ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നുമില്ല. നേരത്തെ മറ്റേതാണ് ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ.
if your anchor is inside the veil, if you are constantly communion with the Holy Father, just pray a short prayer, answer will come. എലേക്കിയോട് ചോദിച്ച പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഒറ്റ ലൈനുള്ള പ്രാർത്ഥനയുള്ളൂ. ഫയർ കംസ്. ഇത് പ്രാർത്ഥനയുടെ ഇന്നോവേഷൻ തന്നെ 15 മിനിറ്റാണ്. ആത്മാവിന്റെ നങ്കൂരം തിരശ്ശീലേക്ക് അകത്തേക്ക് കിടക്കും. താങ്ക് യു. So Christ serves as our high priest, forever interceding before God for us. കാണണം എപ്പോഴും അത്. ഫോക്കസ് ചെയ്യണം ആ ഹോപ്പിൽ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മഹാപുരോഹിതനായി തിരുശീലിക്കകത്ത് പ്രവേശിച്ച് എനിക്ക് വേണ്ടി എന്നേക്കും പക്ഷപാതം എന്റെ പക്ഷത്ത് നിന്ന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വാദിച്ചുകൊണ്ടിരിക്കുന്നു. ആരും എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ. Nobody is to speak for me. I am so lonely. I am so sad. Nobody is speaking for me. എനിക്ക് വേണ്ടി ഒന്ന് ക്യാൻവാസ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല. Are you a believer in Christ? The high priest is there on your behalf. ആർക്കും വേണ്ടിയല്ല. ദൈവമക്കളെ, നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നിന്നെ നെഞ്ചിൽ, മഹാപുരോഹിതന്റെ നെഞ്ചിലെ പതക്കം പോലെ നിന്നെ നെഞ്ചിൽ ചുമന്നുകൊണ്ട് നിനക്ക് വേണ്ടി അവിടെ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. You are famous in heaven. You are famous in heaven. Angels know you. They watch you every second. You are being taught in their conversation. അത് യോബിന്റെ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിലെ സംസാര വിഷയമാണ് യോബ്. What a man, what a godly man, what a spiritual person he is. നമ്മളിവിടെ നമ്മുടെ പേര് കിട്ടാൻ, മുഖം പത്രത്തിൽ വരാൻ, മുഖം ടിവിയിൽ വരാൻ എന്തൊക്കെ കഷ്ടപ്പാട് വരുന്നു. പിറ്റേ ദിവസം പഴങ്കഥയാവുകയും ചെയ്യും. But if it is in heaven, you are being taught. You are famous there in heaven. But നമ്മുടെ ക്രൈസ്റ്റിലാണ്. First Peter chapter 1, 3-6 പത്രോസ് കണ്ടിന്യൂ ചെയ്യും. The apostle offers further proof of the security of our hope. First Peter chapter 1, 3-6 പത്രോസ് നമ്മുടെ പ്രത്യാശയുടെ ആ ഒരു സുരക്ഷിതത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യം മുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ദയവ് ചെയ്ത് വായിച്ച് കേൾക്കുമ്പോ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിന്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് അടക്കാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക. അവൻ യേശുക്രിസ്തു, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ കുറിച്ചാണ് ആദ്യം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ, that is the reason behind, the power behind യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം is abundant mercy. ഒരു ഗംഭീര കോളം തകയില്ല, അവിടെ കോളമില്ല. In accordance with the mercy of God. Abundance. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പോലീസിന് ബ്ലാങ്ക് ചെക്ക് തരികയാണ്. നമ്മുടെ യു ഫീൽ ദ ഫിഗർ. നമ്മുടെ കുഞ്ഞുകുഞ്ഞായിട്ട് അച്ഛനെ എഴുതിയാലും എത്ര കോടി എഴുതിയാലും അദ്ദേഹത്തിന്റെ ധനം തീർന്നു പോകില്ല. That is the example. അവന്റെ കരുണാധിക്യപ്രകാരം അത് വറ്റിപ്പോകില്ല. നമ്മൾ ആ ബാങ്കിന്റെ ചെക്ക് ലീഫിന്റെ കോളത്തിന് എഴുതി കുറച്ച് എഴുതി കഴിയുമ്പോൾ തീരുമില്ല. കുത്തിട്ടിട്ട് 2 പൂജ്യം എഴുതുമ്പോഴേക്ക് തീരും. കൂടിപ്പോയാൽ 10 കോടിക്കപ്പുറം എഴുതാൻ പറ്റില്ല. But this is according to his mercy, beyond our measure. ഇത് എല്ലാ കാര്യങ്ങളും ബിയോണ്ട് മെഷറാണ്. അവന്റെ കരുണാധിക്യ പ്രകാരം കരുണാധിക്യ പ്രകാരം ഇനി വായിക്കാം, നമ്മെ ജീവനുള്ള പ്രത്യാശ. 2 ദിവസം കഴിയുമ്പോൾ ജീവനില്ലാതെ പോകുന്ന, ജീവനില്ലാതെ ചത്തുപോയതല്ല. ഇറ്റ്സ് എ ലിവിംഗ് ഹോപ്പ്. ഇതാണ് മുന്നോട്ട് നയിക്കുന്നത്. ജീവനുള്ള പ്രത്യാശയ്ക്കായി എപ്പോഴാണ് വെളിപ്പെടുന്നത്? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. രക്ഷയുടെ 3 സ്റ്റേജ് നമുക്കറിയാം: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ.
ഭൂതം, ഭാവി, വർത്തമാനം. പാപിയായി ഞാൻ യേശുവിന്റെ സുവിശേഷം അനുസരിച്ച് യേശുവിനോട് ചേർന്നപ്പോൾ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിച്ചു. പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഞാൻ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നു. പ്രസന്റ് ടെൻസ്. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. അങ്ങനെയുള്ള ഞാൻ കർത്താവ് യേശുവിന്റെ വരവെങ്കിൽ എന്ത് ചെയ്യും? ഈ ജഡം രൂപാന്തരപ്പെട്ട് യേശുവിനോടൊപ്പം എഴുന്നേൽക്കും, കൂടെ പോകും. ദാറ്റ് ഈസ് ഫ്യൂച്ചർ ഗ്ലോറിഫിക്കേഷൻ. സോ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പുതിയ നിയമത്തിൽ 3 ആസ്പെക്റ്റിലും രക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഏത് ആസ്പെക്ട് ആണ്? ഫ്യൂച്ചർ ആസ്പെക്ട് ആണ്. ഒന്നുകൂടെ വായിച്ച ആ വാക്ക് മാത്രം. അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അത് രക്ഷയുടെ പൂർണ്ണത, ലാസ്റ്റ് പാർട്ട്. സ്നാനപ്പെടുമ്പോൾ രക്ഷയെ കുറിച്ച് അത് പാസ്റ്റ്. പ്രസന്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രക്ഷയിലാണ് വിശുദ്ധീകരണം. സ്പിരിറ്റ് കൺട്രോൾ ലൈഫ്. This is the last part, future aspect. Always, this is not the first time I am talking that. So don't forget it. ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് സ്ത്രീകൾ വിശ്വാസത്തിൽ സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അവിടെ രക്ഷ എന്ന വാക്കാണ്. ഇത് അന്ത്യകാലത്തിലാണ് രക്ഷ വെളിപ്പെടുന്നത്. അപ്പൊ രക്ഷ ഇതുവരെ വന്നിട്ടില്ലേ? ക്വസ്റ്റ്യൻസ് വരാൻ പാടില്ല. വർഷങ്ങളായി പഠിക്കുന്നവർ രക്ഷയുടെ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കണം. കാലങ്ങൾ അനുസരിച്ച് വാക്ക് പല കാലങ്ങൾ ഉപയോഗിച്ചിരിക്കും. അപ്പോൾ അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഇരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ഒരു വിശ്വാസിയെ കാക്കുന്നത് ആരാണ്? ദൈവം. എന്തിനാൽ? തന്റെ ശക്തിയാൽ. ഞാൻ വീട്ടിന്റെ വാതിലേക്ക് നന്നായിട്ട് ഭദ്രമായി കൂട്ടി, ഞാൻ രാവിലെയും വൈകുന്നേരം മുട്ടകാലെ നിന്ന് ബൈബിള് വായിക്കും. That is why I am maintaining my spiritual life. Sorry brother, sorry sister, no. You are kept by the power of God. സാത്താൻ നിന്നെ വിഴുങ്ങാൻ എത്ര തവണ ആഗ്രഹിച്ചു, എത്ര തവണ വാ തുറന്നു. But you are kept by the power of God. ദൈവശക്തിയാൽ കാക്കപ്പെടുകയാണ്. Thank God, praise God for that. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? സ്വർഗത്തിൽ. Please kept there. ആർക്കും കള്ളന്മാർക്ക് ഒരിക്കലും തുറക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ സേഫ് പ്ലേസ്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ ക്യാരക്ടർ എന്താണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം, ഇൻഹെറിറ്റൻസ്. ഇവിടെ എനിക്ക് ഒന്നുമില്ല. I don't have no inheritance. No problem brother, no problem sister, nothing to worry. You are rich in heaven. If you are in God, you are rich in heaven. You are blessed with inheritance in heaven. ദൈവത്തെ അവകാശമായി കിട്ടിയ ഒരാൾക്ക് ലേവ്യ ഗോത്രത്തിന് അവകാശം ഇരിക്കുമോ? ഇല്ല. ആരാണ് അവരുടെ അവകാശം? ദൈവം, യഹോവയുടെ അവകാശം. When you have God, you don't need anything. But if you don't have God, you may grab everything. ദൈവമില്ലാത്തവർ എല്ലാം ആർത്തിയോടെ പിടിച്ച്, ദൈവമുള്ളവൻ ഉള്ളിലോട് താല്പര്യം. Yes, God has the great treasure. ഏറ്റവും വലിയ നിക്ഷേപം ദൈവമാണ്. അപ്പൊ മാലിന്യം, ക്ഷയം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായിട്ട് തന്നെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സെക്യൂരിറ്റി ഓഫ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. കൊലോസ്യർ 1:3-5 വരെ hope is an essential part of the gospel. ഈ പ്രത്യാശ എന്നുള്ളത് സുവിശേഷം നമ്മൾ ആരോടെങ്കിലും അറിയിക്കുമ്പോൾ, നമ്മളോട് അറിയിച്ചപ്പോൾ, ദൈവം നമ്മളോട് സുവിശേഷം അറിയിച്ചപ്പോൾ ഈ പാസ്റ്റ് അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, പ്രസന്റ് സാങ്ക്ടിഫൈഡ് ക്രിസ്ത്യൻ ലൈഫ് മാത്രമല്ല, പ്രത്യാശ എന്ന് പറയുന്ന ഒരു വിഷയം കൂടി സുവിശേഷത്തിന്റെ ഘടകമാണ്. Let us read carefully Colossians chapter 1 verse 3-5. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി. എവിടെ കേട്ടു? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പൊ കേട്ടത് സുവിശേഷത്തിൽ നിങ്ങൾ മുമ്പ് കേട്ട. എവിടെ സൂക്ഷിച്ചിരിക്കുന്നു?
സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്താ? ഇപ്പൊ സുവിശേഷത്തിന്റെ ഒരു പാട്ട്. റീ കംപ്ലീറ്റ്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. So hope is an essential part of the gospel. സുവിശേഷത്തിൽ പൗലോസ് പറയുന്നു, പൗലോസ് അറിയോട്, നിങ്ങൾ സുവിശേഷം കേട്ടപ്പോൾ ഇതും കേട്ടു. എന്ത് കേട്ടു? പ്രത്യാശ. സ്വർഗത്തിലുള്ള പ്രത്യാശ കേട്ടു. അല്ലാതെ ഭൂമിയിലെ ചെയ്ത പാപങ്ങൾക്കെല്ലാം മോചനം കിട്ടി എന്നത് മാത്രമല്ല. ഉണ്ട്, അതൊരു പാത്താണ്, ഇല്ലെന്നല്ല. പാപമോചനം സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് മാത്രമല്ല, നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. നിനക്ക് മുന്നിലേക്ക് ഉറ്റുനോക്കാൻ കഴിയുന്ന പ്രതീക്ഷ തരുന്ന ഒരു സന്ദേശമുണ്ട്. സുവിശേഷത്തിൽ കേട്ട സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. That common hope ഇവിടെ വ്യവസ്ഥകൾ പറയുകയാണ്. Your eternal dwelling in the presence of God. ദൈവത്തിന്റെ നിത്യമായ സ്വർഗത്തില് ഒരുമിച്ച് ദൈവമക്കള് ഒരുമിച്ച് കൂടി വസിക്കുമെന്ന പ്രതീക്ഷ. അതിനാണ് നിന്നെ സുവിശേഷത്താൽ നിന്നെ ജനിപ്പിച്ചത്. അതാണ് നിങ്ങളെ ഒരു ബ്രദർഹുഡിലേക്ക്, വിശുദ്ധന്മാരുമായുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് ചേർത്തത്. അതിനുവേണ്ടിയാണ്. നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ഞാൻ വിഷയം, നമ്മുടെ വിഷയത്തിന്റെ ഞാൻ ഉദ്ദേശിച്ചതിന്റെ എങ്ങും എത്തുന്നില്ലെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം അത് കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഫെയ്ത്ത്, ഹോപ്പിനെ കുറിച്ച് പറയുമ്പോ ഹോപ്പ് മേക്സ് us persevere. ഈ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. Great chapter of hope is Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായം. പ്രത്യാശയെ കുറിച്ച് വളരെ മനോഹരമായി പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന വേദഭാഗം. Hope makes us persevere. Persevere എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. Not to give over, not to abandon. What is undertaken? എന്താണോ ഏറ്റെടുത്തിരിക്കുന്നത്? നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശു എന്താണോ ഏറ്റെടുത്തത്, ആ ഏറ്റെടുത്തത് യാതൊരു കാരണവശാലും കളയില്ല, യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. താൻ അതിൽ പ്രത്യാശ വെച്ച് മുന്നേറുകയാണ് എന്നതുപോലെ ഒരു ദൈവത്തിനെ കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആദ്യം ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഇറങ്ങുന്നു. പുത്രത്വത്തിനെ കാത്തുകൊണ്ട് Paul states that God will fulfill the believer's hope and bring him to glory. ഈ ഭൂമിയിലെ ഒരു ദൈവപൈതലായി നിങ്ങളിലും എന്നിലും ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഈ ശരീരത്തിന്റെ എല്ലാ ക്ഷയമാലിന്യ അവസ്ഥകളും മറികടന്ന് നിന്നെ ഒരിക്കൽ തേജസ്സിൽ മഹത്വത്തിലേക്ക് കൊണ്ടുപോകും. ആത്മാവെന്ന അതിന്റെ ആദ്യദാനം അഡ്വാൻസ് കിട്ടി. സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനമായി കിട്ടി. പറഞ്ഞു, this is the advance, this is the token advance, this is the agreement I am writing to you, with you my dear son, my daughter. ഈ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് കൊണ്ട്, അഡ്വാൻസ് തന്നിരിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞു, I guarantee when the time comes I will redeem you completely. നിന്റെ ആത്മാവെന്നാദിതാണ്. ഈ എന്ത് വീണ്ടെടുക്കും? നിന്റെ ശരീരം വീണ്ടും. നിങ്ങൾ യേശുവിനെ പോലെയാണ്. നിത്യതയിൽ വസിക്കാൻ പാഠമുള്ള ശരീരത്തിൽ. ഉദാഹരണം, നിത്യതയിലേക്ക് കയറാൻ സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ പറയില്ല പുതിയ ശരീരത്തില് കർത്താവെ മുട്ടുവേദനിക്കുന്നു, കർത്താവിന്റെ നടുവേദന എടുക്കുന്നു. ആ പുതിയ ശരീരത്തില് കണ്ണുനീരോ വേദനകളോ കഷ്ടതകളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആത്മാവെന്ന ആദ്യദാനം അഡ്വാൻസ് ടോക്കൺ അഡ്വാൻസ് കിട്ടി ചേരപ്പെട്ടപ്പോ. വാക്യത്തിൽ നോക്കാം. ഒരു ചെറിയ വാക്യം ലിമിറ്റഡ് ടൈമിനുള്ളിൽ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നു. ആദ്യം എന്ന് പറയുമ്പോ ബാക്കി വരുന്നുണ്ട്. ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം പൗലോസ് ഇൻക്ലൂഡ്. എന്തിന്റെ വീണ്ടെടുപ്പ്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതുവരെ ഇതിനകത്ത് വേറമാണ്. ജനവും ആത്മാവും തമ്മിൽ പോരാടും. പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. ശരീരം നമ്മളെ തളർത്തും. ഉള്ളിലാഗ്രഹമുണ്ടെങ്കിലും ശരീരം നമ്മളെ പുറകോട്ടടിക്കും.
ശരീരത്തിൽ വേദനകളും മുറിവുകളും ഞരക്കങ്ങളും കണ്ണുനീരുകളും സങ്കടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ക്രിസ്തുവിലാണെങ്കിലും ശരീരം പോയിട്ടില്ല. പാപത്തിന്റെ അടിമയല്ലെന്നേ ഉള്ളൂ, ബോഡി ഇപ്പോഴും ഉണ്ട്. ഇതുള്ളതുകൊണ്ടാണ് ആർക്ക് വീണ്ടും പ്രതീക്ഷ? സാത്താൻ വരും. ഈ ബോഡി വീക്കായ ഒരു ശരീരം ഉള്ളതുകൊണ്ടാണ് സാത്താൻ ഇപ്പോഴും പ്രതീക്ഷയുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുവെപ്പ് അതുകൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതായത് രക്ഷയുടെ പൂർണ്ണത, പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. 24. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശയാലല്ലോ നാം. Yes, it is a glorious hope of the Christian to be embodied with a new habitation that is from God. 2 Corinthians 5, 1 Corinthians 15, 1 Corinthians 15, 2 Corinthians chapter 5 verse 1 to 8. നീതി ധരിക്കാൻ ഒരു പുതിയ കൂടാതെ ഈ ശരീരം മാറും. യേശുവിന്റെ വരവിങ്കൽ നമ്മുടെ മരിച്ചു പോയാലും കർത്താവ് യേശു വരുമ്പോ കണ്ണു വിളിക്കുന്ന വേഗത്തിനുള്ളിൽ ഈ ശരീരത്തിൽ എന്തുണ്ടാകും? ജീവനോടിരിക്കുന്ന രൂപാന്തരം. മരിച്ചൊരു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുതിയ ശരീരം. ആ ശരീരത്തിൽ നമ്മൾ എത്ര നാൾ ജീവിക്കും? നിത്യത. അപ്പൊ ആ ശരീരത്തിൽ ക്ഷീണമോ രോഗമോ മരണമോ വരുമോ? നിത്യതയിൽ എവിടെ വസിക്കും? സ്വർഗത്തിൽ വസിക്കും. പുതിയ ശരീരം. ദാറ്റ് ഈസ് അവർ ഹോപ്പ്. ഹോപ്പിന്റെ പല സെക്ഷനിലും ഒന്ന്. ഇത് മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഐസിയുവിലെ അവസാന ശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ നമ്മൾ പറയും, ഗോഡ് താങ്ക് യു. ഒരുപക്ഷെ ഡോക്ടർമാർ പറയുകയാണ് പ്രതീക്ഷയൊന്നുമില്ല, ഇതിന് റെമഡിയൊന്നുമില്ല, നമ്മൾ 10 കടം വാങ്ങിച്ച് ദേഹം കീറി മുറിച്ച് ഓപ്പറേഷൻ നടത്തി ഏതായാലും പോകുമെന്ന് ഉറപ്പാണ്. വീട്ടുകാർക്ക് വലിയ ബാധ്യതയുമായിട്ട് പോകില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു പോകരുത്. ദൈവം പൈതലാണ്. If you are a child of God and if you are confidently sure about your eternal destiny, നിന്റെ നിത്യതയെ കുറിച്ച് ബോധ്യവും ഉറപ്പും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കും. കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളെ കഴിവിന്റെ പരമാവധി ചെയ്യും. But after maybe or 80 or 25 or 75, അത് നാച്ചുറൽ ആണ്. ദൈവത്തിന്റെ പ്ലാനാണ്. നമ്മൾ വലിച്ചു നീട്ടിയാൽ നീങ്ങി. Leave it to God. Go with joy. You're going to heaven, not to Arabian desert. ഇവിടെ നോക്കുക, it's a glorious hope. ചില വാക്യങ്ങളുമായി അവസാനിപ്പിക്കട്ടെ. നമുക്കത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിക്കൊണ്ട് we may discuss about again on December 31st. Psalm 43:5. There are 10 features of our hope that produce joy in our heart. ഈ പ്രത്യാശയുടെ 10ഓളം സ്വഭാവ സവിശേഷതകളുണ്ട്. അതിലൊന്ന് our hope comes from God. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ നിന്നാണ്. നമ്മൾ ഒന്നും ആസൂത്രണം ചെയ്യണ്ട. പല രാജ്യങ്ങളിൽ പല സമ്പന്നന്മാർ ആസൂത്രണം ചെയ്യുന്നു. ചൊവ്വയിൽ എനിക്കൊരു പ്ലോട്ട്, ചന്ദ്രനിൽ എനിക്കൊരു വീട്, ഒരു വില്ല, ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഐ ബി സെക്യൂർ. പക്ഷെ ദൈവ മക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ യേശുവിനെ പോലെയാകും. 1 യോഹന്നാൻ 3:2 നാം അവനെ കാണുമ്പോൾ അവൻ താൻ ആയിരിക്കുന്ന പോലെ നമ്മളും അവനോട് സദൃശം. ഡു യു ബിലീവ് ദാറ്റ്? നിങ്ങൾ നാളെ യേശുവിനെ പോലെയാകും. Oh, brother, it is very wonderful to think. It is very wonderful to hear. But I don't think so. But Bible says, when you see him, you will be changed like him. 1 John 3:2. നിങ്ങൾ അവനെ പോലെ ആകും. You will become like Christ in a spiritual body to live eternally in heaven. എല്ലാവരും യേശുവിനെ പോലെയാണ്. യേശുവിന്റെ മൂത്ത സഹോദരനാണ്. നമ്മൾ അവനെ പോലെ രൂപാന്തരങ്ങൾ. ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇപ്പോഴും സംശയമാർത്തേക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും നടക്കില്ല. 1 യോഹന്നാൻ 3:2. What the Bible says, 1 John chapter 3 verse 2. പ്രിയമുള്ളവരെ, ഇപ്പോൾ ദൈവമക്കളാണ്. ഇപ്പോൾ പ്രസന്റ് സ്റ്റാറ്റസ്, ഇപ്പോൾ ദൈവമക്കളാണ്. അന്ന് ഇത് സമയത്ത് യോഹന്നാൻ പറയുകയാണ്,
നാം എന്തായി തീരുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പക്ഷെ ചില ക്ലൂ തന്നിട്ടുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ യേശു തീർച്ചയായും റീഅപ്പിയർ ചെയ്യും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ എന്ന് പറഞ്ഞ ആരെ? യേശുവിനെ. നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ വാട്ട് എവർ മാനർ ഹി ഈസ് നൗ, ആ ഇരിക്കുന്ന അവസ്ഥയിൽ ഗ്ലോറിഫൈഡ് സ്റ്റേറ്റ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ചിലതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മാർത്ത് നിലയങ്കരിച്ച വെള്ളോട്ടിൽ സദൃശമായ കാലുകളുള്ള ഈ വലിയ ശബ്ദത്തോടെ സംസാരിച്ച അത് വെറും മെറ്റഫോറിക്കലാണ്. അവനെ താൻ ഇരിക്കും പോലെ തന്നെ എന്ത് ചെയ്യും? കാണും. അപ്പൊ അത് നമുക്ക് മാറ്റം വരണം. യേശു ഇപ്പോൾ ഇരിക്കുന്ന ഗ്ലോറിഫൈഡ് സ്റ്റേറ്റില് നമ്മൾ യേശുവിനെ കാണണമെങ്കിൽ നമ്മൾക്കും എന്തായിരിക്കണം? നമ്മൾ ഗ്ലോറിഫൈഡ് ആകണം. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ കാഴ്ചയിൽ നമ്മൾ എത്തിയാൽ മാത്രമേ യേശു ഇരിക്കുന്ന നിലയിൽ എത്തിയാൻ പറ്റൂ. ഇപ്പൊ ഭൂമിയിലായിരുന്നപ്പോ മനുഷ്യശരീരത്തിൽ മനുഷ്യരായി നമുക്ക് യേശുവിനെ കാണാൻ പറ്റിയ എന്നുള്ളത്. ഇപ്പോഴുള്ള യേശുവിനെ കാണണമെങ്കിൽ ഈ അവസ്ഥയ്ക്ക് എന്ത് വരണം? മാറ്റം വന്നേ പറ്റൂ. മാറ്റം വരും. That's what the Bible promises. I believe. എന്റെ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ ആരും പറഞ്ഞാലും I believe. I'm going to change life. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നാം ദൈവമക്കളാകും, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് ഇനിവായില്ല. അവനോട് സദൃശ്യം. ഹെവനിൽ ചെന്നാൽ ക്രിസ്തുവിനെ മാത്രമേ കാണാൻ പറ്റൂ. ബട്ട് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കാണാൻ തിരിച്ചറിയും. നമുക്ക് റെവലേഷന്റെ അകത്ത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഈ പാർട്ട് തന്നിട്ടില്ല. അതൊന്ന് പ്രത്യക്ഷമായില്ല. ഈ സൂചന മാത്രം തന്നു. യു ആർ ഗോയിങ് ടു ബി ടേൺ ലൈഫ്. ബാക്കി എനിക്ക് പറയാൻ അവകാശമില്ലാതില്ല. അതിനുവേണ്ടി പുസ്തകങ്ങളൊക്കെ എഴുതാം, നമുക്ക് കാര്യമില്ല. സോ ഈ പ്രത്യാശ ഇതിന്റെ സൂചന തന്നെയുള്ളൂ. അനവധി പ്രത്യാശകൾ. സ്വർഗത്തിൽ ഭവനമുണ്ട്. യേശു നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവങ്ങളുടെ ശുശ്രൂഷകളുണ്ട്. ഇങ്ങനെ അനവധി ഹോപ്പ്, കോൺഫിഡന്റ്. ഹോപ്പ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ച് കോൺഫിഡന്റ് ആയിരിക്കണം. ഡ്രീം അല്ല, കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ ആണ് ഹോപ്പ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് നല്ല നിശ്ചയം വേണം. That's what the Bible says. അപ്പോൾ സംഗീതം 43:5 our hope comes from God. നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ നിന്നാണ്. എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ നിരങ്ങുന്നത് ദൈവത്തിൽ. Our hope, ഞാൻ ലിസ്റ്റ് വായിച്ചു പോകട്ടെ. Our hope is a gift of grace. പ്രത്യാശ കൃപയുടെ ദാനമാണ്. Our hope is defined by scripture. പ്രത്യാശ ഉണ്ടാകേണ്ടതിനാണ് തിരുവഴുത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. Our hope is reasonable. നമ്മുടെ പ്രത്യാശ ന്യായമാണ്. Our hope is secured by Christ's resurrection. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താലാണ് പ്രത്യാശ ഉറപ്പാക്കിയത്. Our hope is confirmed by the Holy Spirit. റോമൻ 13. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാണ്. Our hope is defense against Satan's attack. സാത്താൻ പലതരത്തില് നിരാശപ്പെടുത്തും, ആക്രമിക്കും. വീട്ടിനുള്ളിൽ, പുറത്ത്, പല വഴികളിലൂടെ ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്താൻ ആക്രമിച്ചുകൊണ്ടിരിക്കും. സാത്താന്റെ വലിയ തന്ത്രമാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5 കെട്ടി പറയുന്നത്, ശിരസ്ത്രമായി പ്രത്യാശയുടെ എന്ത് ധരിക്കണം? ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. നീ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെന്ന് നിനക്ക് നല്ല നിശ്ചയം വേണം. അല്ലെങ്കിൽ സാത്താൻ പിടിക്കും. 8 our hope is strengthened through trials. കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വേദനകൾ വരുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രത്യാശയിൽ പോകും. നേരെ തിരിച്ച് ദൈവമക്കളാണെങ്കിൽ ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും എല്ലാം എന്തുറപ്പിക്കും? പ്രത്യാശ. കാരണം hope is strengthened through faith, through trials. 9 our hope produces joy. യാക്കോബിന്റെ ദൈവം, വായിക്കാം വാക്യം 146 സങ്കീർത്തനം 5 വാക്യം. Psalm 146 verse 5. യാക്കോബിൻ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. Do you have God as your hope? ദൈവമാണോ സഹോദര സഹോദരി നിന്റെ പ്രത്യാശ? അതിന്റെ സുഹൃത്താണ്. ഇപ്പൊ എനിക്ക് ഖത്തറിൽ ഒരു സുഹൃത്തുണ്ട്, എനിക്ക് കുവൈറ്റിൽ സുഹൃത്തുണ്ട്, എനിക്ക് കാനഡയിൽ ഒരു സുഹൃത്തുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നതാണ്. Do you believe in this way? Do you trust in them? Or you trust in your children? For they will look after you.
നോ. ദൈവം പറയുന്ന വാക്കൊന്ന് ഉറക്കെ വായിച്ച് കേൾക്കാം. 146 സങ്കീർത്തനം 5-ാം വാക്യം. ദൈവം ആ, സഹായമായി യാക്കോബിൻ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശ ആരിലാണ്? ദൈവമായ യഹോവയിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. പ്രത്യാശയുള്ളവൻ ലാസ്റ്റ് അവർ ഹോപ്പ് വിൽ ബി ഫുൾഫിൽഡ് അറ്റ് ക്രൈസ്റ്റ് റിട്ടേൺ. നമ്മുടെ പ്രത്യാശയുടെ ജീവിതം കാണാത്തത്, കാണാൻ പറ്റുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യമായി മുന്നോട്ട് പോകുന്നത്? സഹോദര സഹോദരി, നീ ഇത്രയും പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും why you are steadfast, why you are so strong in your faith? Because I have hope in God. എന്റെ ദൈവം വരും. ഞാൻ മരിച്ചുപോയാൽ എന്റെ ദൈവം വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ പോകും. അവിടെ എന്റെ പേരിൽ എന്തുണ്ട്? എനിക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. എന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ അപ്പൻ അവിടെയാണ്, എന്റെ കുടുംബം അവിടെയാണ്, എന്റെ സഹോദരങ്ങൾ അവിടെയാണ്, എന്റെ എല്ലാം സ്വർഗത്തിലാണ്. ഐ ഹോപ്പ് that I one day I go there. ഒരു വിഷല്ല, ഡ്രീം അല്ല, is a reality. Hope is a reality. Let's hope in God. ദൈവത്തിൽ പ്രത്യാശ പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ധൈര്യമായി പറയാൻ പറ്റുമോ? യെസ്, ഐ ബിലീവ് ഇൻ ഗോഡ്. ദൈവം ഇങ്ങനെയെല്ലാം പ്രോമിസ് ചെയ്തിരിക്കുന്നു. ദൈവം ഞാൻ നിനക്കൊരു ദേശത്തെ അവരുടെ ധൈര്യമായി എല്ലാം വിട്ടിറങ്ങിക്കൊള്ളുന്നു. ഒരു ദൈവത്തെ സംബന്ധിച്ച് ഈ പ്രതീക്ഷയാണ് അഥവാ പ്രത്യാശയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇതില്ലാത്ത ഒരാൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ, എന്തെങ്കിലും വെല്ലുവിളി വരുമ്പോൾ, ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോൾ, ആരെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ പ്രതീക്ഷ, ഹോപ്പ് ദൈവത്തിൽ വെച്ചിട്ടുള്ളത് യേശുവിനെ പോലെ അപമാനം അലക്ഷ്യമാണ്. അവർക്കറിയാം നമ്മുടെ ഫോക്കസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അവൻ വേൾഡ്ലി മൈൻഡഡ് ആക്കുന്നു, എന്നെ ഫ്ലഷ്ലി ഓറിയന്റഡ് ആക്കുന്നു. ജഡീക സുഖലോകങ്ങൾ മാത്രം എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഞാൻ സ്പിരിച്വലാകാൻ എന്നെ അനുവദിക്കുന്നില്ല. തിരിച്ചറിയുക കഷ്ടതയുടെ നടക്കും. ഇതല്ല ജീവിതം. ഇത് വെറും നിഴൽ, മായ. ഒറിജിനൽ ലൈഫ് തുടങ്ങാൻ പോകുന്നത് ആഫ്റ്റർ ഡെത്തിനാണ്. ഇവിടെ വെച്ച് തീരുമാനിക്കണം ഇവിടെ പോകണം. പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും സൗകര്യം കടന്നു വന്നു നിമിഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവരും